കേരള PSC മുഖാന്തരം പുതിയൊരു അവസരവും കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. പറയാൻ പോകുന്ന യോഗ്യതയുള്ള കേരളത്തിലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. നിങ്ങളുടെ അറിവിൽ ഈ പറയാൻ പോകുന്ന യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ അവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റിന്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം. കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയൊരു അവസരം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. 15/12/2023 ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 17th January 2024 ആണ്. അതായത് 17/1/2024 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ജനുവരി മാസം 17-ാം തീയതി വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം, പ്രത്യേകം ഓർത്തിരുന്നേക്കുക. അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ 533/2023 എന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള PSCന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ വെറും ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ PSCന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് യോഗ്യതയുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പബ്ലിക് വർക്കിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുള്ളത്. ലൈൻമാൻ തസ്തികയാണ്. ഏകദേശം 60,700 രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു തസ്തികയാണിത്. ഡിസ്ട്രിക്ട് വൈസിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആലപ്പുഴയാണ് വേക്കൻസി. കൃത്യമായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണിത്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് 19 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 2/1/1987 1/1/2004 ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെയും SC/ST ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷത്തെയും പ്രായത്തിലിളവ് ഈ ഒരു പ്രായത്തിൽ നിന്ന് അപേക്ഷിക്കുമ്പോൾ നൽകപ്പെടുന്നതാണ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ നിർബന്ധിത വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. പിന്നെ അതിന്റെ കൂടെ സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ പറയുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഒരു 1 ഇയറിൽ കുറയാത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, ഗവൺമെന്റ് അംഗീകാരമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു യോഗ്യത ഇല്ല. 10ാം ക്ലാസ്സിന്റെ കൂടെ ആ പറഞ്ഞ യോഗ്യത ഇല്ലെങ്കിൽ മറ്റൊരു യോഗ്യത ഇവിടെ പറയുന്നുണ്ട്. സിറ്റി ആൻഡ് ഗിൽഡ്സ് എക്സാമിനേഷൻ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ലണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ AC ഓഫ് ദി ഇന്റർമീഡിയറ്റ് ഗ്രേഡിൽ ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാം. ഇനി ഈ പറഞ്ഞ യോഗ്യത നിങ്ങൾക്കില്ലെങ്കിൽ MGTE ഓർ KGTE സർട്ടിഫിക്കറ്റ് ഹയർ ഇൻ ഇലക്ട്രിക്കൽ ലൈറ്റ് ആൻഡ് പവറിൽ ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാം. ഇനി ആ പറഞ്ഞ യോഗ്യതയും ഇല്ലെങ്കിൽ ഗ്രേഡ് 3 സർട്ടിഫിക്കറ്റ് ആസ് ഇലക്ട്രീഷ്യൻ ഓർ ലൈൻമാൻ ഫ്രം വാർ ടെക്നിക്കൽ ട്രെയിനിങ് സെന്ററിൽ നിന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാം. ഇതിലേതെങ്കിലും ഒരു യോഗ്യത 10ാം ക്ലാസ്സിന്റെ കൂടെ ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം. നിങ്ങളുടെ അറിവിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഈ ഒരു യോഗ്യത ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. മാക്സിമം ഇതുപോലുള്ള അപ്ഡേറ്റുകളൊക്കെ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓളിലാണെന്നും കൂടി ഉറപ്പുവരുത്തുക.